എന്ന് സ്വന്തം പുണ്യാളൻ സിനിമയ്ക്ക് പോയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല പോയത്, മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സിനിമയ്ക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഈ സിനിമയ്ക്ക് പോയതാണ്. സത്യത്തിൽ ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ പോസ്റ്റർ പോലും കണ്ടിട്ടില്ലായിരുന്നു. ട്രെയിലറോ പോസ്റ്ററോ ഒന്നും കണ്ടിട്ടില്ല. ഇതിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് പോലും സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് ടിക്കറ്റ് എടുത്ത് ഇരുന്ന് സിനിമ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ സിനിമയിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു വിഷയം, ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് കേട്ടോ. പക്ഷേ അത് ക്രിസ്ത്യൻ പള്ളി അതേപോലെ അവിടുത്തെ വൈദികരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. പക്ഷെ അതേസമയം പള്ളിയിലത്തെ കാര്യങ്ങളും അതേപോലെ വൈദികരെ സംബന്ധിച്ച കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു ക്രൈം ത്രില്ലർ അല്ല. പക്ഷെ അവരിലൂടെയാണ് ഈ കഥ അവർ ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സാധാരണ ക്രൈം ത്രില്ലർ മൂവി തന്നെയാണിത്. പക്ഷെ എന്നാലും പള്ളിയും വൈദികരൊക്കെ വേണം. അതുകൊണ്ടാണ് ഈ സിനിമ, അങ്ങനെയാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈദികനാകാൻ പോകണമെങ്കിൽ ശരിക്ക് ദൈവവിളി ഉണ്ടായിരിക്കണം. ദൈവവിളി ഉണ്ടായാലാണ് അവർക്ക് വൈദികരാകാൻ പോയാലും അതിൽ തുടർന്ന് ഒരു വൈദികനായി മാറി പിന്നെ അങ്ങനെ ഒരു നല്ലൊരു വൈദികനായി സേവനം അനുഷ്ഠിക്കാൻ സാധിക്കുക എന്നാണ് പറയുക. പക്ഷെ അതേസമയം ദൈവവിളി ഇല്ലെങ്കിലും ചിലരൊക്കെ വൈദികരാകാൻ പോയിട്ട് ചിലപ്പോൾ അവരും ഇതേപോലെ പോയതിന് ശേഷം 1 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ വൈദികരായിട്ട് പോലും തിരിച്ചു വരുന്നവരും ഉണ്ട്. പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഈ സിനിമ പറയാതെ പറയുന്നുണ്ട് കേട്ടോ. അതൊരു സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ, വൈദികരാകാൻ താല്പര്യമില്ലാത്ത മക്കളെ വീട്ടുകാർ നിർബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ആകാൻ ഒരു താല്പര്യമില്ലാത്തവരെ വീട്ടുകാർ നിർബന്ധിച്ച് അയക്കാറുണ്ട്. കാരണം അവർക്ക് കുട്ടികളൊക്കെ ഇല്ലാതെ ഇരുന്നിട്ട് കുറേ കഴിഞ്ഞിട്ടൊക്കെ കുട്ടികളാകുമ്പോൾ ഈ കുട്ടിയെ ഞാൻ ഒരു വൈദികനായി അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ആയിട്ട് പള്ളിക്കായി നേർന്ന് ഇവരെ അതിലേക്ക് അയക്കാം എന്ന് പറഞ്ഞിട്ട് നേർച്ചയൊക്കെ ഇവർ ചെയ്യാറുണ്ട്. ആര് ചോദിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ അതിലൊരു സത്യമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഇവർ നേർന്നത് വഴി കുട്ടികളുണ്ടായ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ വിളി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ കുട്ടിക്ക് ചിലപ്പോൾ ഇങ്ങനെ വൈദികനോ കന്യാസ്ത്രീ ആകാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഇവരെ പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെ പോയിട്ട് അങ്ങനെ നിർബന്ധപൂർവ്വം വന്നതുകൊണ്ട് തന്നെ പലർക്കും ആകാൻ പറ്റാതെ ആകുന്നുണ്ട്. അതേപോലെ പിന്നീട് ആകുന്നവരുണ്ട്. ആയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നവരുണ്ട്. പക്ഷേ ചിലരൊക്കെ ഇങ്ങനെ നിർബന്ധപൂർവ്വം ആണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിലും വൈദികരാകാനും കന്യാസ്ത്രീ ആകാനും ഒക്കെ പോയതിന് ശേഷം അവിടെ വെച്ച് ഇവർക്ക് മാനസാന്തരം ഉണ്ടായി. അതായത് ആ പോകുന്ന സ്ഥലത്ത് വെച്ച് തനിക്ക് അച്ഛനാകണം അല്ലെങ്കിൽ കന്യാസ്ത്രീ ആകണം എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. അങ്ങനെ അവർ അതിലേക്ക് തുടരുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ തുടരുന്നവർ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിട്ട് ആ ഒരു സേവനം അനുഷ്ഠിക്കുന്നതായിട്ടും കാണപ്പെടാറുണ്ട്. ആ ഒരു കാര്യം ഈ സിനിമയിൽ പറയാതെ പറയുന്നുണ്ട്. അതെനിക്ക് ശരിക്കും അങ്ങോട്ട് ക്ലിക്കായി. കാരണം അത് ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ സിനിമ എനിക്ക് എങ്ങനെ ആയിരുന്നു എന്നതിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യം തന്നെ ഈ സിനിമയുടെ ഡയറക്ടർ മഹേഷ് മധു, അതേപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സാം, അതേപോലെ ഈ കഥ എഴുതിയിരിക്കുന്ന സാംജി ആൻ്റണി, അതുപോലെ തന്നെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത എല്ലാ അണിയറ പ്രവർത്തകരും അതേപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ താരങ്ങളോടും പറയുകയാണ്, ഈ ചാനലിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഗംഭീര സിനിമയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സാധിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണോ പറയാൻ വന്നത് അത് ശരിക്ക് നിങ്ങളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ കൂടി എനിക്ക് ശരിക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ കഥ എഴുതിയ സാംജി ആൻ്റണിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഗംഭീരമായിട്ടാണ് നിങ്ങൾ ഈ കഥ എഴുതിയിരിക്കുന്നത്. വൈദികർ, പള്ളി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ചരിത്രം, പിന്നെ അതേസമയം ഇതിലെ ആ ക്രൈം ത്രില്ലർ, അത് ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക്
എൻ്റെ പൂർണ്ണ റെക്കമെൻഡ് ഞാൻ പറയുകയാണ്. ഈ സിനിമയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ എല്ലാവരും കൂടി പോയി കാണാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അശ്ലീലപരമായോ അല്ലെങ്കിൽ ഭയങ്കരമായ വയലൻസ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ട് തന്നെ പോയിട്ട് ഈ സിനിമ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതിന് എൻ്റെ മുഴുവൻ റെക്കമെൻഡേഷനും ഞാൻ പറയുകയാണ്. റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ സിനിമക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക അങ്ങനെയല്ല. സിനിമ മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല, കാണേണ്ട സിനിമ തന്നെയാണ്. ഇതിൽ ബാലു വർഗീസ് കക്ഷിക്ക്, ബാലു വർഗീസ് അതേപോലെ അർജുൻ അശോകൻ, ഇവർക്ക് രണ്ടുപേർക്കും പല്ലുട്ടി സിനിമയിൽ വലിയ വേഷമൊന്നും കൊടുത്തിട്ടില്ല. ആ സിനിമ നല്ല ഗംഭീര സിനിമയാണ്. അതിൽ കുട്ടികളാണ് ശരിക്കും ആ സിനിമ ചെയ്തിരിക്കുന്നത്, സൈജു കുറുപ്പൊക്കെ. പക്ഷേ ഇവർ അവസാനം വരുന്ന ആ ഒരു ഒറ്റ ഡയലോഗ് ഉണ്ട്, ഗംഭീര ഡയലോഗ്. ആ ഡയലോഗിൽ മാത്രമാണ് ബാലു വർഗീസിനോ അർജുൻ അശോകനോ ആ സിനിമയിൽ ഒരു പ്രധാന ഒരു മാറ്റർ കൊടുത്തിരിക്കുന്നത്. ആ ഒറ്റ ഡയലോഗിൽ ആ സിനിമയെ മുഴുവനായിട്ട് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒറ്റ ഡയലോഗ് മതി അവരുടെ ആ സിനിമയിൽ നമുക്ക് തൃപ്തിയാകാൻ. എന്നാലും ആ സിനിമയിൽ ഇവർ ആദ്യം മുതൽ അവസാനം വരെ ഒന്നും ചെയ്തില്ലല്ലോ, അവസാനത്തെ ആ ഡയലോഗിൽ മാത്രം ഒതുങ്ങിയല്ലോ എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നം ഈ സിനിമയിൽ രണ്ടാളും തന്നെ തീർത്തിട്ടുണ്ട്. അർജുൻ അശോകനാകട്ടെ ബാലു വർഗീസ് ആകട്ടെ അവർക്ക് കൊടുത്ത റോളായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ബാലു വർഗീസിൻ്റെ റോളെന്ന് പറഞ്ഞാൽ ഒരു സന്മനസ് ഉള്ള ഒരു നിഷ്കളങ്കൻ്റെ റോളാണ്. ആ റോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളൊക്കെ ട്രെയിലറിലും പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഞാനായിട്ട് പറയുന്നില്ല, അത് കാണുന്നവർ സസ്പെൻസായി പോയി കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. ആ റോളായിട്ട് തന്നെ ബാലു വർഗീസ് ഇതിൽ മുഴുവനായിട്ടും അങ്ങോട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ കക്ഷി അഭിനയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണോ അങ്ങേരെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ബാലു വർഗീസിൻ്റെ ഒരു മുഴുനീള സിനിമ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഒരു സഹനട അങ്ങനെയൊക്കെയാണല്ലോ വരിക. ഇതിൽ ഫുള്ളായിട്ടൊരു ഹീറോ ആയിട്ട് കക്ഷി അങ്ങനെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ കക്ഷിക്ക് കൊടുത്ത റോള് ഒരു പ്രത്യേകതരം റോളാണ്. കക്ഷിയുടെ ആ ഒരു കസേരയിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കുന്തിച്ചിരിക്കുന്നത്, ആ പല്ലിളി, അതേപോലത്തെ അതൊക്കെ തന്നെ ആ റോളിലുള്ളവർ അങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മളെ ഫീൽ ചെയ്യിക്കത്തക്ക രീതിയിൽ അർജുൻ അശോകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ആ റോളിലുള്ള ആ ക്യാരക്ടറുകൾ റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്യുമോ ചോദിച്ചാൽ അത് ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക എന്ന് നമ്മളെ ഫീൽ ചെയ്യിക്കത്തക്ക രീതിയിൽ അർജുൻ അശോകൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അർജുൻ അശോകൻ ഈ സിനിമയിൽ എൻ്റർ ആകുന്നത് ആദ്യം മുതലല്ല, ഇടയിൽ കൂറി കയറി വരുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അങ്ങേർക്ക് കൊടുത്ത ക്യാരക്ടർ എന്താ, ഇങ്ങനെ ഒരു ക്യാരക്ടറായല്ലോ, ഇങ്ങനെ ഇത് എന്ത് ചെയ്യും, ഇതിനി പോകുമ്പോൾ എന്താവും, അവസാനം കൊളാവോ, ശരിക്കും ബാലു വർഗീസിനാണല്ലോ ഇതിൽ പ്രാധാന്യമുള്ളത് എന്നൊക്കെ ഞാൻ വിചാരിച്ചങ്ങനെ പോയി. പക്ഷേ സിനിമയുടെ ഹൈലൈറ്റായി തീരുന്ന ഒരു ക്യാരക്ടർ തന്നെ അർജുൻ അശോകനാണ്. കക്ഷി അതിൽ പൊളിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം ആകുമ്പോഴേക്കും കക്ഷിയോട് നമുക്കൊരു പ്രത്യേക ഒരു സ്നേഹം വരത്തക്ക രീതിയിലുള്ള ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്, നന്നായിട്ടുണ്ട്. പിന്നെ അടുത്തത് അനശ്വര രാജൻ. കക്ഷിക്ക് ഇതിൽ ഒരു റോളല്ല, ഒരു 2 റോൾ ഉണ്ടെന്ന് തന്നെ പറയാം. ആദ്യമൊക്കെ അങ്ങനെ വന്നിട്ട് പോകുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒരു പരിഭ്രമം പിടിച്ച ഒരു ക്യാരക്ടറാണല്ലോ, ഇതിങ്ങനെ പോവാണല്ലോ തോന്നിയിട്ട് സിനിമയുടെ ഒരു 1/4 ഭാഗം എത്തിയപ്പോഴേക്കും ആ അനശ്വര രാജൻ്റെ ക്യാരക്ടറിൽ വലിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കക്ഷി പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള കക്ഷിയുടെ അഭിനയം അതൊക്കെ പൊളിച്ചിട്ടുണ്ട്. അനശ്വരയ്ക്ക് കൊടുത്ത ആ 2 ഭാവങ്ങളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ അൽതാഫ് സലീം കക്ഷിക്ക് ഇതിൽ കൊടുത്ത ഒരു റോളുണ്ട്. അതൊരു ചെറിയ രീതിയിലുള്ള റോളാണെങ്കിലും ആ റോൾക്ക് ശരിക്ക് പള്ളിയുമായി ബന്ധപ്പെട്ടവർക്ക് അറിയാം അത് എങ്ങനെയാണ് അത് വേണ്ടി വരിക എന്ന്. ആ രീതിയിൽ തന്നെയാണ് ആ റോൾ ഈ സിനിമയിൽ മൊത്തം കൊണ്ടുപോയിരിക്കുന്നത്. അതും കക്ഷി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ രഞ്ജി പണിക്കർ ഒരു വൈദികനായിട്ട് വരുന്നു. അങ്ങേർക്ക് വലിയ റോളില്ലെങ്കിലും വൈദികരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് രഞ്ജി പണിക്കർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ക്യാരക്ടറിൻ്റെ പേരെന്നെ എനിക്കറിയില്ല, ഞാൻ ഇട്ട പേര് വീരപ്പൻ എന്നാണ്. കാരണം ആളെ കണ്ട ഇങ്ങനെ വല്ല കൊടക്കമ്പി പോലെ ഇരിക്കുന്നുണ്ട്.
ആളുടെ മുഖവും ആ ബോഡി ലാംഗ്വേജ് എല്ലാം തന്നെ വീരപ്പൻ തന്നെ, മരിച്ചുപോയ വീരപ്പൻ തിരിച്ചു വന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അല്ലെങ്കിൽ അറിയപ്പെടാത്തൊരു വീരപ്പൻ്റെ ഒരു സഹോദരനാണോ ഇത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങേർക്ക് ഇതിൽ വലിയ റോളൊന്നും അല്ല എങ്കിലും ഒരു വൈദികനായി വരുന്നു. പക്ഷെ ആ ബോഡി ലാംഗ്വേജ്, ഈ ഒരു കോലവും തന്നെ മതി അങ്ങേരുടെ റോള് നമുക്ക് തൃപ്തമാകാൻ. അങ്ങേരും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്ന ചെറിയ റോളുകൾ മുതൽ വലിയ റോളുകൾ വരെ എല്ലാവരും തന്നെ തകർത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ കണ്ടന്റ് ഗംഭീരമാണ്. ഇതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് സാമാണ്. സാം ഈ സിനിമയ്ക്ക് വേണ്ട ത്രില്ലർ രീതിയിലുള്ള മ്യൂസിക് പാട്ടുകൾക്കൊക്കെയാണ് ഈണം കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ നിഷ്കളങ്കത, സന്മനസ്, വൈദികർക്ക് വേണ്ട കാര്യങ്ങൾ, അതേപോലെ ഒരു സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയ ഒരു നല്ല പൊളിച്ച സിനിമ തന്നെയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. എനിക്കിത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അതിന് ഈ ടീമിന് മൊത്തം ഞാൻ വീണ്ടും നന്ദി പറയുകയാണ്. അപ്പോൾ ഈ സിനിമ ഫാമിലിയോടെ പോയി കാണാം, എൻജോയ് ചെയ്യാം.